നമ്മളിപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ജനശതാബ്ദിയിൽ നമ്മൾ കൊല്ലം വരെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കൊല്ലത്തിന് വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ന്യൂ വീഡിയോ. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. ഏകദേശം 12:45 കൂടിയാണ് നമ്മൾ കൊല്ലത്തെത്തുന്നത്. നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളത്ത് നിന്ന് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കോട്ടയത്തെത്തി. 10:40 ഇപ്പോൾ സമയം. 10:50 ഇപ്പോൾ ട്രെയിൻ എടുത്തു കോട്ടയത്ത് നിന്ന്. 1.25 മണിക്കൂർ 12:45 നമ്മളവിടെ എത്തുന്നത് കൊല്ലത്ത്. പതിനൊന്നരയ്ക്ക് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി 1 മണിക്കൂർ. കായംകുളം സ്റ്റേഷനാണത്. അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടു. നമ്മളങ്ങനെ ഓൺ ടൈമിൽ തന്നെ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന ട്രെയിൻ ഇതാ പോകുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എങ്ങോട്ടാണോ പോകേണ്ടത്? നല്ല വെയിലാണ്. ആദ്യം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. 12:30 കഴിഞ്ഞില്ലേ? ഇവിടെയൊക്കെ വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. വലിയ ഡെവലപ്മെൻറ്റാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അല്ല, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ ടെർമിനലൊക്കെ പണിയുന്നത് കാണാം. അവിടെ നമുക്ക് ഏതെങ്കിലും വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. നോണൊന്നും കഴിക്കാൻ വയ്യ. അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഉടുപ്പി. കയറി നോക്കണോ? ഇത് പുതിയകാവ് ക്ഷേത്രം, ഭഗവതി ക്ഷേത്രമാണ്. അവിടെ ഒരു ഓവർബ്രിഡ്ജ് കാണുന്നുണ്ട്. അതിന് മുകളിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടതെന്നാണ് തോന്നുന്നത്. അവിടെ വാക്വേ ഉണ്ട്. നല്ല വെയിലാണ്. വെയിലത്ത് കരിഞ്ഞു പോകും. അവിടെ പോലീസ് സ്റ്റേഷൻ, കൊല്ലം ജില്ലാ പോലീസ് സ്റ്റേഷൻ അവിടെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിരിക്കുമല്ലോ അത്. ഇപ്പം മുകളിൽ കൂടെയാണോ താഴെ കൂടെയാണോ പോകണമെന്ന് അറിയില്ലല്ലോ. കാർ ആൻഡ് 2 വീലർ പാർക്കിംഗ് ഏരിയ ആണത്. വലിയൊരു സ്ഥലമാണ്. ഇതുപോലെ കുടയും പിടിച്ച് നടക്കാം. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണുന്നില്ല. വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നോൺ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചൂടുള്ള കാലാവസ്ഥയല്ലേ, നമ്മുടെ ബോഡി കൂടുതലും ചൂടാവും. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മളിപ്പോൾ വളഞ്ഞ് എങ്ങോട്ടോ എത്താറായി. ഈ കാണുന്നതാണ് ചിന്നക്കട ക്ലോക്ക് ടവർ. 1944 സ്ഥാപിതമായത്. ചിന്നക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയുടെ ഹൃദയം എന്ന് തന്നെ പറയാം. അവിടെ വേറൊരു ബിൽഡിംഗ്, ജ്ഞാനി ഹോട്ടലായിരിക്കാം. 4 സൈഡിലും ഉണ്ട് ക്ലോക്ക്. അവിടെ ഹോട്ടൽ ജ്ഞാനി. നമുക്ക് ഇതുവഴി താഴേക്ക് ഇറങ്ങാം. ആ ബീച്ച് റോഡ് അങ്ങോട്ട് പോകുന്നു, കറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെയർ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇവിടെ ഫോൺസിൻ്റെയൊക്കെ സ്ഥലം കേട്ടോ. ഫോൺ ഷോപ്പുകളാണ്. പ്രിൻസ് മൊബൈൽ, MA ഗഫൂർ ആൻഡ് സൺ, ഫ്യൂച്ചർ ഫോൺ. അവിടെ ചെരുപ്പുകൾ എല്ലാം ഉണ്ട്. ബാഗ്, ചെരുപ്പ്, അതിൻ്റെ കടകളാണ് അവിടെയൊക്കെ. അവിടെ കാണുന്നത് N തങ്കപ്പൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെയാണ് ആ മെഡിക്കലല്ലോ, എന്താണ്, മൊബൈൽ ഫോണിൻ്റെ ഷോപ്പുകളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ശ്രീ സുപ്രഭാതം വെജിറ്റേറിയൻ ഹോട്ടൽ കാണുന്നുണ്ട്. നമുക്ക് അവിടെ കയറാം. ശ്രീ സുപ്രഭാതം.
ഞാൻ പറഞ്ഞില്ലേ ഓർഡിനറി മീൽസാണ് കഴിക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ അകം ഇങ്ങനെയാണ്. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. 300 രൂപയ്ക്ക് നല്ല ഊണായിരുന്നു. വീണ്ടും ആ ഫ്ലൈ ഓവറിൽ കയറണം, അതോ നമ്മൾ നേരെ പോയാൽ മതിയോ? ചിന്നക്കട മെയിൻ റോഡാണ്. നമ്മുടെ ബ്രോഡ്വേ പോലെ വലിയ വീതിയൊന്നുമില്ലാത്ത റോഡ്. രണ്ട് സൈഡിലും കടകൾ, പല പല കടകളുണ്ട്. തുണിക്കടകളാണല്ലോ കാണുന്നത്. അവിടെ ഒരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അല്ലേ. ചിന്നക്കട മെയിൻ റോഡ്. ടോയ്സ്, സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് തുണിക്കട, റെഡിമെയ്ഡ്സ് റോഡ് സൈഡിലിട്ട് വിൽക്കുന്നു. സ്വാമിനാഥൻ സൺസ്. ഉച്ച സമയത്തുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോട്ടിൽ. നമ്മൾ പിന്നെ ഉച്ചയാണെന്നോ വെയിലാണെന്നോ നോക്കാതെ ഇറങ്ങിയതല്ലേ. ശരിക്കും സൂക്ഷിക്കണം ഈ ടൈമിൽ, ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. വാൻ ഹുസൈൻ ഇടായിരുന്നു അല്ലേ. വെഡ്ഡിങ് സെൻറ്റർ, മാൾ വെഡ്ഡിങ് സെൻറ്റർ. എൻ്റെ ഒരു സിൽക്ക് ഷോപ്പാണല്ലോ. വെഡ് സ്റ്റാർ. തുണിക്കടകളാണല്ലേ കൂടുതൽ ഇവിടെ ഈ റോട്ടിൽ. നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് കാണുമ്പോൾ പേടിയാണ്. ഇനിയും കിടക്കണം 7-8 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ. ഒരു ബിസിനസ് തുടങ്ങിയതാണേ, 8 വരെ പൊട്ടിയും പോയേ. ധന്യ സൂപ്പർ മാർക്കറ്റ്. ഒരു സൈഡിൽ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയൊക്കെയാണ്. കാറുകളൊക്കെ ഒന്ന് പാർക്ക് ചെയ്തേക്കണുണ്ടല്ലേ. അവിടെ സിൽക്സ് വേൾഡ് ഫോർ ദ റോയൽ ബ്രൈഡ്. കല്യാണ ആവശ്യങ്ങൾക്കുള്ള തുണിത്തരങ്ങളായിരിക്കണം. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഷൂസ് ആൻഡ് ബാഗ്സ് ഇപ്പോൾ തന്നെ 100 കണ്ടു. ഒത്തൻറ്റിക് മാർക്കറ്റ് എവിടെയാണാവോ? ഐ മീൻ ലോക്കൽ മാർക്കറ്റ്. അതാണ് കുറച്ചും കൂടി ആളനൊക്കെ വെച്ചാനൊക്കെയൊക്കെ ഉണ്ടാകുന്നത്. സ്പാർക്കിൾസ് ഹൗസ് ഓഫ് സിൽവർ ഷോപ്പ്. ഇതൊക്കെ നടന്ന് എവിടെ എത്തിയെന്നറിയില്ല. കുറച്ചേരം RP മാളിൽ പോയിരിക്കാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്തോരം വലിയ മാളാണെന്നോ ചെറുതാണെന്നോ ഒന്നും അറിയില്ല. നമ്മൾ ചിന്നക്കട മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. മെയിൻ റോഡ് അതുവഴി അങ്ങ് പോകും, ആ റോട്ടിൽ കൂടെ. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇതുവഴി നടക്കാം. ഇവിടെയും ഷോപ്പുകളുണ്ട് രണ്ട് സൈഡിലും. H&C സ്റ്റോഴ്സ്, ബുക്ക് ഷോപ്പ് ഉണ്ട് അവിടെ. വെയിലാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. ഞാനിപ്പോൾ ഇതും കൂടി കൂട്ടി 100ാമത്തെ തവണയായിരിക്കും വെയിലെന്ന് പറയണത്. ശ്രീലക്ഷ്മി ജുവലറി ആണ്. ഇത് വടയാറ്റുകോട്ട റോഡ്. അങ്ങോട്ടും ജുവലറികളൊക്കെ കാണാം. കണ്ടിട്ട് ജുവൽ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. കുറേ ജുവലറി കാണാം അവിടെ. ഇവിടെ അതെ ജുവലറികൾ തന്നെയാണ്. ഫാഷൻ ജുവലേഴ്സ്, എന്താ വൈഷ്ണവി ഫാഷൻ ജുവലേഴ്സ്. ഈ റോഡ് ചെന്നാൽ നമ്മുടെ ഒരു മെയിൻ റോഡ് എന്നാ, നമ്മൾ ആദ്യം വന്ന മെയിൻ റോഡല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് റോഡിൽ ചെന്ന് കയറും. അത് റോഡ് സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടല്ലോ, അതും തുണിക്കടകൾ തന്നെയാണ്. അക്ഷയ് ഫാബ്രിക്സ്.
ഫാബ്രിക്സിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഈ മതിൽ സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിൻ്റെയാണ്. നമ്മളിങ്ങനെ നടന്ന് ലെഫ്റ്റ് തിരിഞ്ഞെങ്ങാണ്ട് RP മാളിൽ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. സ്കൂൾ ഓഫ് ഫാഷൻ അടച്ചു പൂട്ടിയിരിക്കുകയാണല്ലോ. കണ്ടോ, സ്കൂൾ ഓഫ് ഫാഷൻ കരിയിലേക്ക് വീണ് അടച്ച് പൂട്ടി. ഇവിടെയും ഷോപ്പുകളാണ്. ദൈവമേ, അതുവഴി പോകാൻ പറ്റില്ലേ? ഞാൻ നേരെ ഇതാ കണ്ടത്. ഞാൻ വിചാരിച്ചു അതുവഴി പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ ഒരു പാത്തുണ്ട്. ആരോ ഫോണടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. AITUCയുടെ ഒക്കെ പൊടി പാറി പറക്കുന്നു. INTUC ഒരു ഗവൺമെൻറ് അല്ല, എന്ത് മിൽസ്? പാർവതി മിൽസ് അടച്ചു പൂട്ടിയിരിക്കുകയാണോ? സെക്യൂരിറ്റി ഉണ്ടോ അവിടെ? വാക്ക് ഓവർ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ ആരും അതിലൊന്നും കയറുന്നില്ല. നല്ല തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായിരിക്കും ഇവിടെ ഒരു ബ്രിഡ്ജ് പണിതത്. ഫ്രൂട്ട് ഷോപ്പുകളാണ് ഈ സൈഡ് മുഴുവൻ. നമ്മുടെ RP മാൾ അവിടെ അങ്ങറ്റത്ത് കാണാം. കൈ കെട്ടിയ ഈശോ തീർത്ഥാടന കേന്ദ്രം, തുയ്യം ഇടവക, കൊല്ലം രൂപത. ജോയ് ആലുക്കാസ് ജോളി സിൽക്സ് അവിടെ നമ്മുടെ RP മാളിനോട് ചേർന്ന് തന്നെയാണ്. അവിടെ ചുങ്കത്തുണ്ട്. ഒരു തിയേറ്റർ ഉണ്ടല്ലോ അവിടെ, GMAX സിനിമാസ്. RP മാൾ ഏതാ? ആ കാണുന്നതല്ലേ. അവിടെ ഒരു പള്ളി കാണാമല്ലോ. പള്ളിയുടെ പേരെന്താണോ? അത് വേളാങ്കണ്ണി മാതാ പള്ളിയാണ്. ഇവിടെ കല്യാൺ ജുവലേഴ്സ് ഉണ്ട് RP മാളിൻ്റെ തൊട്ടടുത്ത്. റിലയൻസ് ഡിജിറ്റൽ ഉണ്ടല്ലോ. അത്ര വലുതൊന്നുമല്ല, നമ്മുടെ ന്യൂക്ലിയസ് മാളിൻ്റെയൊക്കെ അത്ര ഉള്ളൊരു വലിപ്പമുള്ളൂ ഇതിന്. ഒബ്റോൺ മാൾ ഇതിനേക്കാളൊക്കെ വലുതായിരിക്കും. എല്ലാ മാളിലും കാണുന്ന ബ്രാൻഡ്സൊക്കെ ഉണ്ട് ഇവിടെയും. ഡിജിറ്റൽ കണ്ടായിരുന്നു, റിലയൻസ് ഡിജിറ്റൽ എവിടെയാണോ? മുകളിലായിരിക്കാം. ഇവിടെ ഡിജിറ്റൽ ഉണ്ട്, റിലയൻസ് ഡിജിറ്റൽ. അപ്പുറത്ത് EC ബൈ എന്നൊക്കെ അവിടെ ഒന്ന് കയറി നോക്കാം. നമ്മൾ RP മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത്ര വലിയ രസമൊന്നുമില്ല കേട്ടോ മാള്. കൊല്ലത്ത് കുറച്ചും കൂടി വലിയ മാൾ ഉണ്ടാക്കാൻ വരുന്നില്ലേ? നമുക്കിനി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോവാം. ഈ ജംഗ്ഷൻ്റെ പേര് അവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താലൂക്ക് കച്ചേരി ജംഗ്ഷൻ. അവിടെയും കടകൾ കാണാം. ഷൂ ഗാലറി, ഫുട്വെയർസ്, ചെരുപ്പുകടകളാണ് കേട്ടോ. ഒരു 150-200 ചെരുപ്പുകടകളുണ്ട്. ഇത് KSRTC ഗരാജാണ്. സ്റ്റാൻഡ് താഴേക്ക് പോകണം. തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് പോകുന്നു. തെങ്കാശിക്കുള്ളൊരു ബസ് പോകുന്നു. കൊട്ടാരക്കര, പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി. റോഡിൻ്റെ സൈഡിൽ കാന പണിയാണ്, അതുകൊണ്ടാണ് തിരക്ക് കൂടുതലുമാണ്, അതുപോലെ പൊടിയും കൂടുതലാണ്. കൊട്ടാരക്കര ബസ്, വേറൊരു തിരുവനന്തപുരം ബസ് വരുന്നു. കേരള NGO യൂണിയൻ കൊല്ലം.
റെസ്റ്റോറൻ്റ് ആണല്ലോ ഹോട്ടൽ ബ്രൈറ്റ് കൊല്ലം. ലോട്ടറി കടകൾ അതും ഉണ്ട്, കുറേ ലോട്ടറി കടകൾ. എല്ലാവരും ലോട്ടറി കച്ചവടക്കാരാണ്. സീമാസ് ഗോൾഡ് കവറിങ് ജ്വല്ലറി. അവിടെ ഒരു വാട്ടർ ബോഡി കാണാം, കായലായിരിക്കണം. അതിൻ്റെ അടുത്താണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, തേവള്ളി ലെഫ്റ്റ്, ഒലയിൽ കടവ് ലെഫ്റ്റ്, ആശ്രാമം റൈറ്റ്, കൊട്ടാരക്കര റൈറ്റ്. ഇതാണ് കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ്. നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് പോലെ പഴകി ദ്രവിച്ച ഒരു ബസ് സ്റ്റാൻഡാണ്. ദൂരം തിരുവനന്തപുരം വണ്ടികളല്ലേ, കായംകുളം, തിരുവനന്തപുരം. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആശ്രാമം ഗ്രൗണ്ടിൻ്റെ അവിടെ എത്താം. വേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, ഫോർ എക്സാമ്പിൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വരെ പോകണമല്ലോ, ഈവനിങ് പോയാലേ ഇവിടെയൊക്കെ രസം ഉണ്ടാവുള്ളൂ. അവിടെ ചെളിയൊക്കെ കോരിക്കളയാണ്, സൈഡിൽ അടിഞ്ഞിരുന്ന ചെളികൾ. അവിടെ ഒരു ഹൗസ് ബോട്ട് കാണാം. ഹൗസ് ബോട്ടല്ല, ഹൗസ് ബോട്ട് തന്നെ അല്ലേ. അത് ഓടുന്നതാണോ അതോ വെറുതെ ഭംഗിക്ക് വേണ്ടി അവിടെ ഇട്ടേക്കാണോ എന്നറിയില്ല. കായൽ അത്യാവശ്യം ക്ലീനാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ സബർമതി നദിയിൽ അതിൻ്റെ തീരത്ത് പോയപ്പോൾ നമ്മൾ കണ്ടതല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നത് ഒരു ബോട്ടിൽ. ഞാൻ 4:45 നമ്മുടെ എറണാകുളത്തേക്കുള്ള ഒരു ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തു. അതിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റില്ലേ, വെയിലത്ത് കുറേ ആയി നടക്കുന്നു. ഇതാണ് കൊല്ലത്തിലെ പ്രശസ്തമായ ആശ്രാമം ഗ്രൗണ്ട്. ഇവിടെ ആ കാണുന്നത് ഹെലിപ്പാഡാണ്. ഹെലിപ്പാഡുണ്ട്, അവിടുത്തെ ഡ്രൈവിങ് പഠിക്കുന്നു. വലിയ ഗ്രൗണ്ടാണ്, പല പല പരിപാടികളൊക്കെ നടത്തുന്ന ഗ്രൗണ്ടാണ്. ഇവിടെ എന്തോ പരിപാടി വരുന്നുണ്ട്, ഇതെന്ത് സംഭവമാണോ ആവോ. ഇതാണ് പൈതൃകം ഗേറ്റ്, ആശ്രാമത്തിൻ്റെ പൈതൃകം ഗേറ്റ്. നമുക്ക് പോവേണ്ടത് ആ റെസിഡൻസി റോഡിലൂടെയാണ്. കണ്ടിട്ട് വലിയ ഒച്ചനക്കൊന്നുമില്ലാത്ത റോഡ് പോലെ. അവിടെ ഒരു മുനീശ്വര സ്വാമി ക്ഷേത്രം കാണും. എന്തോ ഒരു ഉത്സവം കഴിഞ്ഞതാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അതുപോലെ അലങ്കാരങ്ങളൊക്കെ അവർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, കൃഷ്ണകുമാറാണല്ലേ BJPയുടെ സ്ഥാനാർത്ഥി, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം. പിന്നെ പ്രേമചന്ദ്രനുണ്ട്, LDFൻ്റെ ആണെങ്കിൽ മുകേഷും. ഒരു ഇസൂസുവിൻ്റെ ട്രക്ക് പോകുന്നു. ഈ റോഡ് വഴി നമ്മൾ വന്നില്ല അല്ലേ. ഈ റോഡിൻ്റെ പേരെന്താ? ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ പോലും റോഡിൻ്റെ പേര് കാണിക്കില്ല, നമ്മളത് കൺഫ്യൂസ്ഡ് ആവും. കാനറ ബാങ്കിൻ്റെ ബോർഡിൽ എഴുതിയേണ്ട ചിന്നക്കട ബ്രാഞ്ച് എന്നാണ്. ചിന്നക്കട മെയിൻ കേന്ദ്രമായിരിക്കാം ഇത്. അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. മെയിൻ റോഡ്, മെയിൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുകൾ. പക്ഷെ ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഒരു KSRTC ബസ് വരുന്നുണ്ട്. കൊല്ലം എവിടെ നിന്ന് വരുന്നത്? അത് തെങ്കാശിയിൽ നിന്ന് വരുന്നതാണ്. ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷോറൂം. പിന്നെ കുറച്ച് മാറി നിൽക്കുന്ന മെയിൻ സെൻറ്റർ ആയോ? അവിടെ എന്താ നമ്മുടെ എന്ത് മന്ദിരം? പാർലമെൻ്റ് അല്ല, സെക്രട്ടേറിയറ്റ് പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിങ്. URSൻ്റെ ഷോറൂമാണല്ലേ. ദളവാപുരം ഇളമ്പള്ളൂർ എവിടുത്തെ സ്ഥലമാണോ?
കൊല്ലം ജില്ലയിലുള്ള സ്ഥലങ്ങളായിരിക്കാം അത്. ഏനാത്ത് പോകുന്ന KSRTC ബസ്സാണത്. അടുത്ത ടൗൺ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓരോ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അവിടെ ബസ് പല സ്ഥലത്തിലേക്ക് 3 ബസ്സുകൾ കിടപ്പുണ്ടാവുമല്ലോ, അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് പ്രധാന സ്ഥലങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും. മോദിജിയുടെ വലിയൊരു ഫ്ലെക്സ് ഇതവിടെ. ഫ്ലെക്സ് അല്ലല്ലോ, ഇപ്പോൾ ക്ലോത്ത് അല്ലേ. സൗജന്യ റേഷൻ തുടരും. ബാറ്റിൽ ഗ്രൗണ്ട് ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ സ്റ്റുഡിയോ. ഇതിലെന്താ ഇരുമ്പള്ളൂർ, തങ്കശ്ശേരി, ചിന്നക്കട എന്തൊക്കെയോ ആണ്, കണ്ടില്ല. ഇതാ കല്യാൺ സിൽക്സ്. എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. ദി വൈദ്യ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ്. തിരക്കാണല്ലോ കല്യാൺ സിൽക്സിൽ. പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള കച്ചവടമാണോ പൊടി പിടിക്കണേ? അതെ, കണ്ടാലറിയാം. പിസ്സ ഹട്ട്. പത്താം തീയതി അല്ലേ പെരുന്നാൾ, ഇന്നിപ്പോൾ 6-ാം തീയതി. ഇത് ചിന്നക്കട റൗണ്ട് അബൌട്ടാണ്. അവിടെ സ്ട്രെയിറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം അല്ല, സ്ട്രെയിറ്റ് പുനലൂർ, റൈറ്റിലേക്കാണ് തിരുവനന്തപുരം. പിന്നെ ആശ്രാമത്തിലേക്ക് നമ്മൾ വന്ന വഴി ടൗൺ, എന്ത് ടൗൺ എഴുതിയിരിക്കുന്നത്? ഡൗൺ ടൗണോ? ഡൗൺ ടൗൺ റൈറ്റിലേക്ക് കൊല്ലം ബീച്ച് 2 കിലോമീറ്റർ. അവിടെ പുലിമൂട്ടിൽ ഹിൽസ് നമ്മൾ വന്ന വഴിക്കായിരുന്നു. വടയാട്ടുകോട്ട റോഡ് ചിന്നക്കടയാണിതിപ്പോൾ. ഓട്ടോകൾ നിരനിരയായി നിൽക്കുന്നു. BSNLൻ്റെ ഓഫീസ് അവിടെ ഉണ്ട്. നമ്മളിന്ന് ഉച്ചയ്ക്ക് പോയത് ഇതുവഴിയാണ്, അങ്ങോട്ടാണ് പോയത്. നമ്മളാദ്യം കണ്ട കടകളൊക്കെ തന്നെയാണിത്. മൊബൈൽ ഷോപ്പ്, അവിടെ ക്ലോക്ക് ടവർ കാണാം. നമ്മളങ്ങനെ തിരിച്ച് കൊല്ലത്തേക്കല്ലോ, കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴി തന്നെയാണത്. എന്തോ ഒരു ഫൗൾ സ്മെല്ല് വരുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ വക സ്ഥലം. പഴയ മുനിസിപ്പൽ ഓഫീസ്. അന്യർക്ക് പ്രവേശനമില്ല. പഴയ മുനിസിപ്പൽ ഓഫീസാണ് കാട് പിടിച്ച് കിടക്കുന്നത്. അത് തല്ലിപ്പൊട്ടിച്ച് അവിടെയൊക്കെ നിരപ്പാക്കിയിടാൻ പാടില്ല. സർക്കാരിൻ്റെ കാര്യങ്ങളാണല്ലേ. കൺസ്ട്രക്ഷൻ നല്ല മെഗാ കൺസ്ട്രക്ഷനാണ്. എത്ര ബൈക്ക് ഉണ്ടാവും അല്ലേ? ഒരു 5000 ബൈക്കെങ്കിലും ഉണ്ടാവുമോ? ഇത്രയും വലിയ സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ അവിടെ ഒന്നും ഇത്ര ഇല്ല. എറണാകുളത്ത് ഇത്രയും ഏരിയ ഇല്ല പാർക്ക് ചെയ്യാൻ. നമ്മളങ്ങനെ തിരിച്ച് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് കൊച്ചുവേളിയിൽ നിന്ന് ശ്രീ ഗംഗാനഗർ പോകുന്ന ട്രെയിനിലാണ്. 4:45 ഇവിടുന്ന് പോകുന്നത്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2-ൽ പോയിരിക്കാം. പിന്നീട് അരമണിക്കൂറോളം സമയം. നമ്മുടെ ട്രെയിൻ എത്തി. നമ്മളുടെ S5-ലല്ലേ. അങ്ങനെ 8:25 നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നെത്തി. പുറത്തേക്ക് കിടക്കുകയാണ്.